ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യും. അതിൻ്റെ മുന്നേ ഇന്ന് 2ാമത്തെ ദിവസമാണ്. 3 കാര്യങ്ങൾ നമുക്ക് എഴുതണ്ടേ, യൂണിവേഴ്സിനോട് പറയണ്ടേ? നമുക്ക് എഴുതാം. ഇന്നലെ എഴുതിയ അതേ പേപ്പറിൽ തന്നെയാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. അതിൻ്റെ ഒരു താഴ്ഭാഗത്തായിട്ട് 2ാമത്തെ ദിവസത്തെ കാര്യം എഴുതാണ് കേട്ടോ. എഴുതാണ്, സ്റ്റാർ ഇടാം. എൻ്റെ ജീവിതത്തിൻ്റെ സമയം ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ്, വിജയിക്കുവാനുള്ള എൻ്റെ ദൃഢനിശ്ചയം ശക്തമാണെങ്കിൽ എനിക്ക് പരാജയം സംഭവിക്കില്ല. മൂന്നാമത്തെ കാര്യം, യൂണിവേഴ്സ് നമ്മൾ സമർപ്പിക്കുകയാണേ. എൻ്റെ കാര്യങ്ങൾ നടക്കും മുന്നേ എൻ്റെ പ്രപഞ്ചം എനിക്ക് വഴികാട്ടിയായി സാധിപ്പിച്ചു തരും. ഓക്കെ, 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. കാണുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ സമയം ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, വിജയിക്കുവാനുള്ള എൻ്റെ ദൃഢനിശ്ചയം ശക്തമാണെങ്കിൽ എനിക്ക് പരാജയം സംഭവിക്കില്ല. ഞാൻ വിജയിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കില്ല? പരാജയം സംഭവിക്കില്ല. എൻ്റെ കാര്യങ്ങൾ നടക്കും മുൻപേ എന്ന് എഴുതാം. ഞാൻ മുന്നേ എന്ന് എഴുതിയെന്നുള്ളൂ. എൻ്റെ കാര്യങ്ങൾ നടക്കും മുന്നേ എൻ്റെ പ്രപഞ്ചം എനിക്ക് വഴികാട്ടിയായി സാധിപ്പിച്ചു തരും. അതെങ്ങനെയാണ്? നമുക്ക് നടക്കുന്നതിനേക്കാൾ മുന്നേ നമ്മളത് ഒരു ഫിലിം കാണുന്നത് പോലെ, റിയാലിറ്റി എന്ന പോലെ നമ്മൾ കാണണം. അപ്പോഴാണ് സാധിക്കുക. അതാണ് പറയുന്നത്, എൻ്റെ പ്രപഞ്ചം എനിക്ക് വഴികാട്ടിയാണ്. എനിക്ക് മുന്നേ തന്നെ എൻ്റെ പ്രപഞ്ചം എനിക്കെല്ലാം സാധിപ്പിച്ചു തന്നു കഴിഞ്ഞു. അത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയാണ് എഴുതേണ്ടത് എന്ത്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ് 3 പ്രാവശ്യം എഴുതണേ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഒരു പ്രാവശ്യം ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങളിത് എങ്ങനെ എഴുതണം? ഞാനിപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്, എൻ്റെ ഡയറിയിൽ വെക്കുകയാണ്. ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ഇത് എഴുതി വെക്കും. 21 തവണ ഞാനത് എഴുതി വെക്കും. അതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്തെന്ന് നോക്കാം. കാർഡ്സ് എടുക്കാൻ പോവുകയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എപ്പോൾ വരും അതിനുള്ള സാധ്യത. ഒരു കാർഡ് വീണ് കഴിഞ്ഞു. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് 8 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. Six of Swords റിവേഴ്സ് ആണ്. Ace of Cups ഇന്നലെ കിട്ടിയ കാർഡാണ്. Empress, Sun, 5 of Wands,
പെൻഡക്കിൾ. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നിങ്ങളിലേക്ക് സാധ്യത തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ആദ്യത്തെ കാർഡ് 8 ഓഫ് വാൻഡ്സ് ആണ്. കാണുന്നില്ലേ? സെക്കൻഡേ, നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം തന്നെ നമ്മളിലേക്ക് നെഗറ്റീവായിട്ടുള്ള എനർജീസ് വരും. അത് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നമുക്ക് തടസ്സങ്ങൾ വരും. തടസ്സങ്ങളെ നമ്മൾ നീക്കം ചെയ്യണം. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യണം. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നേടില്ല, സാധിക്കില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്താ വേണ്ടത്? സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, ഒരു സ്ഥിരത കൊണ്ടുവരണം എന്ന് യൂണിവേഴ്സ് പറയുന്നു. സ്ഥിരത കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഡിലേ വരുമെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഡയറക്റ്റ് ഫോക്കസ് വേണം. നമ്മൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് നമ്മുടെ യൂണിവേഴ്സ് നമ്മളിലേക്ക് സാധിപ്പിച്ചു തന്നു എന്ന് വിശ്വസിക്കുകയും വേണം. ഇവിടെ എനർജി നമ്മളിലേക്ക് കൊണ്ടുവന്നാലേ നമ്മളുടെ സ്വപ്നങ്ങൾ സാധ്യമാകൂ എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 8 ഓഫ് വാൻഡ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുന്ന ഒരു കാർഡാണ്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള 8 ആഗ്രഹങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് നേടിയെടുക്കുന്ന കാർഡാണ്. ഇവിടെ നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നേടിയെടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ആദ്യത്തെ കാർഡിലൂടെ പറയുന്നത്. സെക്കൻഡ് കാർഡ് എന്ന് പറഞ്ഞാൽ 6 ഓഫ് സോർട്സ് ആണ്, റിവേഴ്സ് ആണ്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്രപഞ്ചശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിന് ഒരു ചേഞ്ച് ആവശ്യമാണ്. ആ ഒരു ചേഞ്ചിലേക്ക് നിങ്ങളെ പ്രപഞ്ചശക്തി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഫോക്കസ് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, മുന്നോട്ട് തന്നെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പാസ്റ്റിലെ ചിന്തകളുമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, പാസ്റ്റിലെ ഓർമ്മകളിലൂടെ മാത്രം ഇരിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊന്നും സാധിക്കില്ല. നമ്മളിവിടെ എഫേർട്ട് എടുക്കണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കാതെ നമ്മളിലേക്ക് ഒരു കാര്യം സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു സെപ്പറേഷൻ തന്നെയാണ് കാണിക്കുന്നത്, നോ കോണ്ടാക്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രെയർ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചേരലിനെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്ന നിമിഷത്തെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അത്രയും വിലപിടിപ്പുള്ള നിങ്ങളെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ അവരുടെ കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ വില അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല, നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഇന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ കാണിക്കുന്നു. അത്രയേറെ നല്ലൊരു ദിവസമാണ് ഇന്ന്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് കോളോ മെസ്സേജ് വരാനുള്ള സാധ്യത ഉണ്ട്. അതെ, എംപ്രസ് എന്താണ് പറയുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരു അമ്മയിൽ നിന്നുള്ള സ്നേഹവും കരുതലും, അല്ലെങ്കിൽ അവർക്ക് വളരെയേറെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം, അവർ സേഫാണെന്ന് തോന്നിയിട്ടുള്ളത് നിങ്ങളുമൊത്തുള്ള നിമിഷത്തിലാണെന്ന് കാർഡ്സ് പറയുന്നു. നൊസ്റ്റാൾജിയാണ് പറയുന്നത്. നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യാണ്, നിങ്ങളേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് തന്നെയാണെന്ന് കാർഡ്സ് പറയുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള സംശയമുള്ളവർക്ക് യൂണിവേഴ്സ് പറയുന്നത് സണ്ണാണ്. തിരിച്ചു വരും, സാധ്യത കംപ്ലീഷനെയാണ് കാണിക്കുന്നത്. പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം മുതൽ, നിങ്ങൾ എഴുതി തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് കാർഡ്സ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതെ, 5 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവർ പരിശ്രമിക്കുന്നു എന്നാണ്. പല സന്ദർഭങ്ങളിലായിട്ട്, പല സമയത്തായിട്ട് നിങ്ങളും അവരും കാണുവാനുള്ള അവസരം അവർ തന്നെ നഷ്ടപ്പെടുത്തിയതായിട്ട് അവർ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയതായിട്ട് അവർ ചിന്തിക്കുകയാണ്. എന്നാൽ ഇന്ന് അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവസരത്തിനായിട്ട് അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്.
അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരാണ് ഇപ്പോൾ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് പരിശ്രമിക്കുന്നത്. വൺസ് ഗാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യുവാനോ കോൾ ചെയ്യുവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു. 10 of Pentacles. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും സന്തോഷിക്കുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്കും നിങ്ങളുടെ പേഴ്സണിലേക്കും മെറ്റീരിയൽ ആയിട്ടുള്ള അബണ്ടൻസ് വരുന്നുണ്ട്. ഒത്തുചേരലാണ് കാണിക്കുന്നത്. ഒരു കംപ്ലീഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒത്തുചേരുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു കുടുംബവുമായിട്ട് ജീവിക്കാൻ പോകുന്ന കാർഡാണ് കാണിച്ചിട്ടുള്ളത്. ഇതിനേക്കാളും കൂടുതൽ എന്താണ് പറയേണ്ടത്? നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് തരുവാനായിട്ട് പ്രപഞ്ചം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൂല്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിങ്ങളടുത്ത് മാത്രമാണ് അവർ സേഫായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ. നിങ്ങൾ കറക്റ്റായുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.